മാമൻ ലീവ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷിനുവിനെ വിളിക്കും. എന്നിട്ട് ഷിനുവിനോട് പറയും, ഷിനു എൻ്റെ കൂടെ വാന്ന് പറയും. അരുണൊരു കാർ എടുത്തിട്ടുണ്ട്. ആ കാർ എനിക്കൊന്ന് കണി കാണാൻ പോലും കിട്ടുന്നില്ല. അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. i20 പക്ഷെ ഭയങ്കര ജാടയപ്പ അവന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ. അരുണിന്റെ വെഡിങ് ഉണ്ട് എന്ന് വെച്ചാല് നെക്സ്റ്റ് സൺഡേ. എല്ലാരും വരരുത് എന്ന് പറയാൻ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഒന്നുകിൽ ഷാനു, അല്ല എന്റെ വാപ്പ, അല്ല എന്റെ അരുണ്, ഇവര് 3 പേര് എന്റെ കൂടെ പോരുക. അരുണുണ്ട പറയൂല, എന്റെ ആരാന്ന് പറയൂല. അങ്ങനെ പറയണ്ട എന്റെ ആരാന്ന്. അതെ, മറ്റവനാണ്. വല്ല കുഴപ്പമുണ്ടോ? അരുണിനെ ലൈവ് കണ്ടിട്ട് എത്രയോ കാലായി ഗൈസ്. അരുണിന്റെ പെണ്ണെന്നെ അംഗീകരിച്ചിട്ടില്ല. ഓളെ കൂട്ടിച്ചൂലുണ്ടാക്കിച്ചോടിക്കും. പ്രശ്നം തീർന്നില്ലേ? അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഈ ഊടായ്പ ഹണി ട്രാപ്പുകാരിക്ക് ആരാണ് ഈ മാമനെന്നും മാമനെ കാണാനിട്ട് ഇപ്പം എത്രത്തോളമൊക്കെയാണ് വിഷമങ്ങളെന്നും ഹണി ട്രാപ്പുകാരി തന്നെ പല വീഡിയോകളിലും പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഇതിനെ തുടർന്നിട്ട് ഇവളുടെ ഈ ഊടായ്പ ഹണി ട്രാപ്പുകാരിയുടെ കുറേ നാടകങ്ങൾ നമ്മൾ കണ്ടു. മുറിക്കുന്നു, ഓടുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി നാടകങ്ങൾ. എന്നിട്ട് അതിനൊക്കെ കാരണമായിട്ട് പറഞ്ഞത് ലസിത പാലക്കലിനെയും പ്രിയയെയും ഒക്കെയാണ്. എന്ത് വന്നാലും പ്രശ്നമില്ല, താൻ വിചാരിച്ചത് നടത്തും അല്ലെങ്കിൽ താൻ വിചാരിച്ചത് ചെയ്യുമെന്ന് കരുതി ജീവിക്കുന്ന സ്ത്രീക്ക് അപ്പൊ നമ്മളുടെ റിയാക്ഷനെതിരെ ഇവര് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലിൽ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ലൈവിലും വീഡിയോയിലും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞു കൂട്ടിയിട്ടുള്ളതെന്ന്. അപ്പൊ ഈ സ്ത്രീയുടെ ആത്മഹത്യാ ശ്രമത്തിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലസിത പാലക്കലും പ്രിയയും അല്ല. അപ്പൊ അത് അവർ കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം സംസാരിക്കാം. അപ്പൊ ഈ ഹണി ട്രാപ്പുകാരിയും ഈ മാമനും കൂടി ഒരു വീട്ടിലാണ് താമസം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ അറിയുന്ന എല്ലാവർക്കും അറിയാം അവർ ഒരു വീട്ടിലാണ് താമസമെന്ന്. പിന്നെ നമ്മൾ അവരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു സാധാരണ സഹോദരിയും സഹോദരനും പെരുമാറുന്ന ഒരു ലെവലിലല്ല ഈ ഒരു കസിൻ ബ്രദർ എന്ന് പറയുന്ന ഈ ഒരു മാമനും ഈ ഹണി ട്രാപ്പുകാരിയും പെരുമാറുന്നത്. നമ്മൾ പല വീഡിയോയിലും കണ്ടു ബോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ ഒരു മാമന്റെ കല്യാണമായി എന്നാണ് ഈ ഒരു ഊടായ്പ പറയുന്നത്. അപ്പൊ കല്യാണമായതുകൊണ്ട് ഇവർക്ക് മാനസികമായിട്ട് ചില വിഷമങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സഹോദരനും സഹോദരിയുമാണെങ്കിൽ ഇവര് കസിൻ ബ്രദർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ ഒരു റിലേഷൻ അല്ല ഈ ആള്. അപ്പൊ ഇവരുടെ ഭർത്താവിന്റെ റിലേഷനിൽ പെട്ട ആളാണ്. അതെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു കസിൻ ബ്രദർ അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന് കാണുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ നമ്മൾ ഇത്രയും നാളും വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്? ലൈവിൽ വരുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുട്ടി ഉരുമ്മി ഇരുന്നുകൊണ്ടാണ്, ഇണക്കുരുവികളെ പോലെ മുട്ടി ഉരുമ്മി ഇരുന്നുകൊണ്ടാണ് ഈ ഒരു മാമനും മോളും കൂടി ലൈവ് വീഡിയോ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മളിതൊക്കെ ശ്രദ്ധിക്കുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ നമ്മളോട് ഇത്ര ദേഷ്യം. അപ്പൊ മോക്കടെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ മാമന്റെ കല്യാണമാണ്. മാമൻ ഇനി കൈവിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. മാമനും മോളും തമ്മിൽ നല്ലൊരു വഴക്ക് നടന്നിട്ടുണ്ട്. പിന്നെ അതുമല്ല, മാമൻ ഈയിടെയായിട്ട് ലൈവിലൊന്നും കാണാറില്ല, വരാറില്ല. മോള് ഭയങ്കര സങ്കടത്തിലാണ്. ഇനിയിപ്പം മാമന് സ്വന്തമായിട്ട് പൊണ്ടാട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ മോള് എന്നാ ചെയ്യും? മോളെ മാമൻ തരയില്ലയോ? മോളെ 2ാം സ്ഥാനത്തേക്ക് നീക്കി നിർത്തുമോ? അതോ ഇപ്പൊ കെട്ടുന്ന പെണ്ണിനെ 2ാം സ്ഥാനത്തേക്ക് നിർത്തുമോ? അതാണ് എനിക്ക് സംശയം. ഏതായിരിക്കും സംഭവിക്കുക? ആർക്കായിരിക്കും മുൻതൂക്കം? നിങ്ങൾ പറയൂ. ഫസ്റ്റത്തേനെ നീക്കി നിർത്തിയിട്ട് 2ാമത്തേനെ ഇതാക്കുമോ, അതോ 2ാമത്തേനെ സൈഡിലാക്കിയിട്ട് ഫസ്റ്റത്തേനും പ്രാധാന്യം കൊടുക്കുമോ എന്നൊക്കെയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിപ്പോൾ നമുക്കൊന്നും പറയാറായിട്ടില്ല, കണ്ടു തന്നെ അറിയണം. എന്തായാലും നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കളികളൊക്കെ എങ്ങനെ പോകും എന്നറിയാനായിട്ട്. ഈ മുടിഞ്ഞ സാധനങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്. ആ ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആ സങ്കടത്തിൻ്റെ പുറത്തോ ആണ് ഈ ഊടായ്പ ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പേര് വന്നപ്പം ലസിതയ്ക്കും പ്രിയയ്ക്കും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പ്ലേ ചെയ്ത വീഡിയോ കണ്ടല്ലോ, എൻ്റെ എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ മാമൻ്റെ പെണ്ണ് എന്നെ അംഗീകരിച്ചിട്ടില്ലാച്ചാൽ കുറ്റിച്ചൂലിനടിച്ചിറക്കി വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് തന്നെയായാലും ഈ ഒരു മാമനോട് ഇവർക്ക് വല്ലാത്തൊരു തരം റിലേഷൻഷിപ്പ് ഉണ്ട്.
പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ല, ഹസ്ബൻഡിൻ്റെ അനിയനാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സ്വന്തം അനിയനൊന്നല്ല. അപ്പം മാംസിൻ്റെ കല്യാണമാണ് വിഷയം. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, മാംസ് ഞങ്ങൾ കുറേ 5-6 പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളൊന്നും കല്യാണം വിളിക്കുന്നില്ലേ? ഓ, എങ്ങനെ വിളിക്കാനല്ലേ, വന്നു കഴിഞ്ഞാൽ അങ്ങ് കല്യാണം മുടക്കിയാലോ? അല്ലടാ, നിനക്കൊക്കെ പെണ്ണ് കിട്ടിയോ? അത് ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടാ. എന്തായാലും ഏതോ പെണ്ണ് ചതിക്കുഴിയിൽ വീഴാൻ പോകുന്നു. ഇനി എന്താകുമോ എന്തോ, കണ്ട് തന്നെ അറിയാം. ഹണി ട്രാപ്പുകാരിക്ക് പ്രാധാന്യം കൊടുക്കുമോ, ഹണി ട്രാപ്പുകാരിയെ അംഗീകരിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇനി പണ്ടത്തെ പോലെ വെളുപ്പാൻ കാലത്ത് പോയിട്ട് 4 മണിക്കൊക്കെ പയമ്പൊരി വാങ്ങിക്കാനും 12:30-1 മണിയാകുമ്പോൾ ഗുളിക വാങ്ങിക്കാനും ഒക്കെ പോവാൻ ആളെ കിട്ടൂലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മാമന. അന്ന് ഗുരുവായൂര് എന്നോട് യുദ്ധത്തിന് വന്നില്ലേ, അപ്പേക്ക് എന്ത് പൊന്നുപോലെ. ഓ, എങ്ങനെയാ നിന്നേന്ന് നിങ്ങൾക്കറിയോ? ഗുരുവായൂര് ഒരാളുടെ അരേക്കോടെ കൈയിട്ടിട്ട് ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയായിരുന്നു അവിടെ ഗുരുവായൂർ എന്നെ കാണിക്കാനായിട്ട് കസർത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഫോട്ടോഷൂട്ട് അരേക്കോടെ കൈയിട്ടിട്ടാ ചുറ്റിപ്പിടിച്ചിരുന്നത്. ആരുടെ? ഭർത്താവിൻ്റെ അനിയൻ്റെ, സ്വന്താങ്ങളുടെ അല്ല. അപ്പം എന്താണ് ഗൈസ് നമ്മളൊക്കെ വിചാരിക്കുക? എന്തെങ്കിലും വിചാരിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. അപ്പം പറഞ്ഞു വന്നത്, അന്ന് ഗുരുവായൂരൊക്കെ അരേക്കൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പം മാമന് മോളോട് എന്തൊരു സ്നേഹമായിരുന്നു. അങ്ങോട്ട് കൊഞ്ചിച്ച് ലാളിക്കുമല്ലായിരുന്നോ? പൊന്നേ പാലേ തേനേന്നൊക്കെ വിളിച്ചിട്ട്. മാമൻ മോളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണാൽ പോലും മാമൻ കടിച്ചു കീറാൻ വരും. അത്തരത്തിൽ മോളെ കെയർ ചെയ്തുകൊണ്ടിരുന്ന മാമനാ. ഇത് എന്നാ പറ്റിയിടാ ഉവേ? ഈ എന്നാ ഇപ്പം ഈ ലൈവിലൊന്നും വരാത്തത്? ഈ എന്നാ മോളുടെ വീട്ടിൽ വരാത്തത്? മോൾക്ക് എന്തെങ്കിലും ആവശ്യം പാതിരാത്രിക്കൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പാതിരാത്രി ഊര് ചുറ്റാനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മാമനല്ലയോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഈ മോളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? ശരിയാണോ മാമ? പുതിയ ഇതൊക്കെ കിട്ടിയപ്പോൾ പഴയതിനെ മറന്നു അല്ലേ കൊച്ചു കള്ളൻ. പക്ഷെ മാമ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. എങ്ങനെ കൊണ്ടു നടന്ന മോളെ ഇങ്ങനെ തഴയാമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കൊരു പുതിയ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ പഴയ കളിപ്പാട്ടത്തിനെ നമ്മൾ ആരെങ്കിലും വലിച്ചെറിയാറുണ്ടോ? മാമനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ. കഷ്ടമുണ്ട് മാമ, കഷ്ടമുണ്ട്. മിണ്ടൂല ഞാൻ. പിന്നെ ഇനി മോളെ നിൻ്റെ കാര്യം പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാമനെ ഇനി പാതിരാത്രിക്കൊന്നും കിട്ടൂല മരുന്ന് വാങ്ങിക്കാനും പഴംപൊരി വാങ്ങിക്കാനും ഒന്നും. അവരിങ്ങനെ സുഖിച്ച് കളിച്ച് രസിച്ച് ഫസ്റ്റ് നൈറ്റൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരിക്കും ചിലപ്പോൾ മോക്ക് മൈഗ്രെയിൻ ഇളകുന്നത്. അപ്പം എന്നാ ചെയ്യും മാമ? ആ പെൺകുട്ടി പിണങ്ങില്ലേ ഇങ്ങനെ അർദ്ധരാത്രിക്കൊക്കെ? ഭർത്താവ് എന്ന് പറയുന്നവൻ കിടക്കുന്നൊക്കെ എഴുന്നേറ്റ് മരുന്ന് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഭാര്യ എന്ന് പറയുന്നവൾ പിണങ്ങില്ലേ? എന്ത് ചെയ്യും മാമ? എന്ത് ചെയ്യും മല്ലയ്യ? കഷ്ടമുണ്ട് കേട്ടോ. മോളുടെ വീട്ടിലേക്കാണ് താമസം മാറ്റുന്നതെങ്കിൽ സുഖായി സ്വസ്ഥായി. ഇനി വേറെ അന്വേഷിച്ച് പോകണ്ട. രാത്രി ഈ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ആ മുറിയിലേക്ക് പോകുക, ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഈ മുറിയിലേക്ക് പോകുക. എന്തായാലും സ്വസ്ഥം സുഖം സുന്ദരം ആയുഷ്മാൻ ഭവന്തു. അനുഗ്രഹിച്ചിരിക്കുന്നു. ആഹാ, എന്തായാലും മോളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ പുതിയ പെണ്ണിനെ കൊണ്ട് താമസം? ആയിരിക്കും അല്ലാണ്ടിരിക്കില്ല. കാരണം സ്വന്തം വീട്ടിൽ പോവില്ല മാമന്, അതെനിക്ക് ഉറപ്പാണ്. അതായത് പാതിരാത്രിക്ക് ഗുളിക വാങ്ങിക്കാനും പഴംപൊരി വാങ്ങിക്കാനും ഒക്കെ പോകേണ്ടതല്ലേ. അപ്പം സ്വന്തം വീട്ടിൽ നിന്ന് ഇനി എഴുന്നേറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഓടാൻ നേരമില്ലാത്തത് കൊണ്ട് ചിലപ്പം പെണ്ണിനെയും കൂട്ടി മോളുടെ വീട്ടിൽ തന്നെയായിരിക്കും താമസം. കാരണം ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോയാൽ മതിയല്ലോ. അഥവാ ഇനി എല്ലാവരും കൂടി പാവിരിച്ച് ഹാളിലായിരിക്കും കിടക്കണേ. പുതിയ പെണ്ണും കല്യാണച്ചക്കനും മോളും കൂടി പാവിരിച്ചിട്ട് ഹാളിലായിരിക്കും കിടക്കണം. എന്തായാലും വളരെ രസകരമായിരിക്കും. ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ഇവൻ കല്യാണം കഴിഞ്ഞാലും വീട്ടിൽ പോവില്ല. കാരണം മോളെയും സൂചിപ്പിക്കണം, വരുന്ന പെണ്ണിനെയും സൂചിപ്പിക്കണം. മോളെയും പിണക്കരുത്, വരുന്ന പെണ്ണിനെയും പിണക്കരുത്. ഗുളിക വാങ്ങിക്കണം, പഴംപൊരി വാങ്ങിക്കണം. അർദ്ധരാത്രി 12 മണിക്ക് കട്ടൻ ചായ കുടിക്കാനെങ്കിലും തോന്നിയാൽ മോളെയും കൊണ്ട് ഓടണ്ടേ? അതാണ്. അപ്പം എന്തായാലും മാമനും മാമൻ്റെ പുതിയ പെണ്ണും മോളുടെ വീട്ടിൽ തന്നെയായിരിക്കും, ഉറപ്പ്, സംശയമില്ല. അതാവുമ്പം വണ്ടി എടുത്തിട്ട് കിലോമീറ്ററുകളോളം വരണ്ടല്ലോ സ്വന്തം വീട്ടിൽ നിന്ന്. ഈ വീട്ടിലാവുമ്പം എല്ലാ കാര്യവും നടക്കും. നെയ്യപ്പവും തിന്നാം,
തലമുടിയും മിനുക്കാം. അതാണ് കാര്യം. അപ്പം ഞാൻ പോട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. കൊച്ചു കള്ളൻ.